CPM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. സുദേവൻ കേൾക്കാമോ? ഇപ്പോൾ ഇതാ കൊല്ലത്ത് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടും അവിടെ അപകടം നടന്നിട്ടും ആ കാർ നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ UDF പ്രവർത്തകരുടെ മകനെ സംരക്ഷിക്കാനുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഒട്ടും ആ പരുക്ക് പറ്റിയ അവർക്ക് പരിഗണന നൽകുക എന്നതിനപ്പുറം ഈ UDF അല്ലെങ്കിൽ ഈ കാർ അപകടം ഉണ്ടാക്കിയ ആളെ നീക്കം ചെയ്യുക എന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ നടന്നിരിക്കുന്നത്. കൊല്ലത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തന സമാപനം ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് നടന്നത്. UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുടെ മകന്റെ UDF പതാകകൾ കെട്ടി നിയന്ത്രണം വിട്ട് ഓടിച്ച് ആണ് അപകടം ഉണ്ടായത്. ബസ് സ്റ്റാൻഡിന് സമീപം ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന് വന്ന 13ഉം 16ഉം വയസ്സുള്ള ചിന്നലക്ഷ്മി, ധനലക്ഷ്മി എന്നീ 2 പെൺകുട്ടികളെ ഇടിക്കുകയും ആ കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതുവഴി പൂർണ്ണമായി തകർന്ന് ഈ 2 പെൺകുട്ടികൾ കായലിൽ വീഴുകയാണുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 4-5 പേർ ഈ പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ തയ്യാറായില്ല. നാട്ടുകാരായിട്ടുള്ള കുറെ ചെറുപ്പക്കാർ ചേർന്നാണ് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ കൊല്ലത്ത് മെഡിസിറ്റിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് കുട്ടികൾ. അപ്പോൾ ഈ സംഭവത്തിൽ ഒരു ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഒരു പ്രതിയെ ആണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 3-4 പ്രതികളെ അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ നിലയിലുള്ള സംഭവത്തിൽ അതിശക്തിമത്തായ പ്രതിഷേധം LDF ജില്ലാ കമ്മിറ്റി ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആ കുറ്റവാളികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. അവരെ ഒറ്റപ്പെടുത്തുന്ന സമീപനം എല്ലാ ജനവിഭാഗങ്ങളും മനുഷ്യശ്രേണികളും സ്വീകരിക്കണം.